ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് കൊടൈക്കനാലിൽ പോകുന്നൊരു വ്ളോഗാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്രൈഡേ നൈറ്റാണ് കയറുന്നത്. 2 ദിവസത്തെ ഒരു ട്രിപ്പായിരുന്നേ. ഫ്രൈഡേ നൈറ്റ് ഒരു 10:30 ആയപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോണ ബസ്. ഇത് എൻ്റെ അമ്മയും അതുപോലെ തന്നെ ചേച്ചിയുടെ മോളും ആണ്. അവൾ അങ്കിളുടെ അടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ കളിക്കണതാണ് കേട്ടോ. പപ്പയുടെ കുറച്ച് ഫ്രണ്ട്സും അതുപോലെ തന്നെ അമ്മയുടെ സിസ്റ്ററും ബ്രദറും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരായിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകണം. കയറിയപ്പോൾ തന്നെ പിള്ളേർ സെറ്റ് മൊത്തം ഡാൻസും കാര്യങ്ങളായിട്ട് ബിസിയായി. അങ്ങനെ അവരുടെ കുറച്ച് പരിപാടികളൊക്കെ കണ്ടിരുന്നു കുറച്ച് നേരം. പിറ്റേ ദിവസം രാവിലെ ഒരു 4:30 ആയപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അങ്ങനെ റൂമിലെത്തി നമ്മൾ വേഗം തന്നെ ഫ്രഷപ്പായി റെഡി ആയിട്ട് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനായിട്ട് ഇതാണ് എൻ്റെ ചേച്ചിയുടെ വാവ. റൂമിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ പോണ ലേക്ക്. നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്ന ലേക്ക് കാണാൻ പോകാനാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രഷപ്പൊക്കെ ആയി റെഡിയായി നമ്മൾ തന്നെ ലേക്കിൻ്റെ അവിടേക്ക് നമ്മൾ നടന്നിട്ടാണ് പോയത്. നല്ല രസമുള്ള ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ കൊടൈക്കനാലിൽ. ഈ ടൈമിൽ നല്ല തണവും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ ചാറ്റൽ മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. നല്ല തണവായിരുന്നു. നല്ല ഫുള്ള് കോടയായിരുന്നു. നമ്മുടെ റൂമിൻ്റെ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അതുപോലെ കോടയായിരുന്നു രാവിലെ. ഞാൻ ചേച്ചിയുടെ വാവ നല്ല ത്രില്ലായിട്ട് ബോട്ടിൽ കയറാനായിട്ട് നമ്മൾ റെഡി ആവണം. ആ ലേക്കിലെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിൽ പോകാനായിട്ട് റെഡി ആവാണ്. അപ്പോൾ ഭാവിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അവൾക്ക് പറ്റിയ ഒരു ചെറിയ കോട്ടും ജാക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾ അതിൻ്റെ ത്രില്ലിലാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ഞാനും ചേച്ചിയും അതുപോലെ തന്നെ അങ്കിളും പിന്നെ അങ്കിളുടെ ഉണ്ണിയോളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകണം. നമ്മൾ 6 പേരുടെ ബോട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ചവിട്ടണ ബോട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ഗൈഡുള്ള ബോട്ടും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിള്ളേര് ഒക്കെ ഉള്ള കാരണം നമ്മൾ ഗൈഡുള്ള ബോട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1000 rupees അവിടെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റാണ് ടൈം പറഞ്ഞിരിക്കുന്നത്. ആ 20 മിനിറ്റിൽ നമ്മൾ എത്താണെങ്കിൽ നമുക്ക് 50% നമുക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ തരും. 20 മിനിറ്റിന് കൂടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 40% അങ്ങോട്ട് തരുള്ളൂ. പിന്നെ അരമണിക്കൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടേയില്ല. 50% റീഫണ്ട് നമുക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മളിത് പോയി അവിടെ ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ വെള്ളമൊക്കെ പോണ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിന് 20 മിനിറ്റ് നമ്മൾ ആ ഗൈഡ് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൂടെ വന്നവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ബായ് ഒക്കെ പറഞ്ഞ് തന്നെ പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളവരും കൂടി വരാനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ അപ്പുറത്ത് തന്നെ നല്ല ചൂട് ചോളം പുഴുങ്ങണതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ച് കഴിച്ചു. അതുപോലെ തന്നെ നല്ല മാഗിയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അതുപോലെ തന്നെ ബ്രെഡ് ഓംലെറ്റ്. ഇതൊക്കെ കൊടൈക്കനാൽ, മൂന്നാർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നല്ല രസമാണ്. ആ തണുപ്പിൽ ഇതൊക്കെ ഇരുന്ന് കഴിക്കാൻ നല്ല ചൂട്ടോടുകൂടി കിട്ടും ചെയ്യും. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റൂമിൻ്റെ ഭാഗത്ത് നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയിട്ട് ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ നമ്മൾ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്തിരുന്നത്. ഉച്ചയ്ക്ക് നമുക്ക് ചോറ്, ചിക്കൻ, മീൻ വറ്റിച്ചത്, കാളൻ അങ്ങനത്തെയൊക്കെയായിരുന്നു നമ്മൾ അവിടെ തന്നെ വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡടി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പിന്നെയും കറങ്ങാനായിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ഡോൾഫിനോസ് കാണാനാണ്. നമ്മൾ വണ്ടി ഇറങ്ങിയപ്പോൾ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നതാണ്. നമ്മൾ നടന്ന് അവിടെ എത്താറായപ്പോഴേക്കും ഫുള്ള് കോട വന്ന് മൂടി. അങ്ങനെ നമുക്കൊന്നും അധികം അങ്ങനെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഡോൾഫിനോസൊക്കെ കണ്ട് അവിടെ തന്നെ നല്ല തണവായിരുന്നു കേട്ടോ. ഫുള്ള് കോട വന്ന് മൂടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതൊക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലം നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലത്തെ ഫേമസ് ആയിട്ടുള്ള ഗുണ കേവിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഗുണ കേവ് ആ സ്പോട്ട് എത്തനേക്കാട്ട് രസം അവിടേക്ക് പോണ വഴികളായിരുന്നു. നല്ല ഇങ്ങനെ നിറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു വൈബായിരുന്നു അവിടേക്ക് പോണ വഴി. ഒരു ചെറിയൊരു ചാറ്റൽ മഴയും നല്ല തണവും കാര്യങ്ങളൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പോണ വഴി ഫുള്ള് നല്ല തിരക്കായിരുന്നു. അതൊക്കെ പോയി നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതാണ് ആ പോണ വഴി. നല്ല ഭംഗിയാ മരങ്ങളൊക്കെ വെച്ചിരിക്കുന്നതും ചില മരങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ.
നടക്കുന്ന സ്ഥലങ്ങളാണിത്. നമ്മൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ്. ഇതാണ് കേട്ടോ ആ സിനിമയിൽ അവരിരുന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലമൊക്കെ ഇതാണ്. ഇത് ഇട്ടിട്ട് ഇത് ഒരു സെൻറ്റർ പോയിന്റ് എന്നൊക്കെ പറയാം. ഇത് അവിടെ നിന്ന് കഴിഞ്ഞ് നമുക്ക് ഇതിന് ചുറ്റും കാണാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിനൊക്കെ അവിടെ കയറി തന്നെ ഗുണാക്കി. ഇതാണ് അവരിറങ്ങി പോയിട്ടുണ്ടായിരുന്ന സ്ഥലം. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഫുള്ള് സുഭാഷേ എന്നുള്ള വിളി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ. നമുക്ക് ഏറ്റവും ടോപ്പിലേക്കൊന്നും നമുക്ക് അധികം കയറാൻ പറ്റില്ല. നമ്മൾ ചെറുതായിട്ടൊക്കെ കയറിയുള്ളൂ. കാരണം ഈ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ചെറിയ വഴുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് ടോപ്പിലേക്ക് കയറി പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് കോട വന്ന് മൂടി പകുതി മുക്കാലും. ഞാൻ ഇത്രയും ഭാഗം വരെ നമുക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. ഇതന്നെ നമ്മൾ പേടിച്ച് കയറിയത്. കാരണം വഴുക്കലുള്ള കാരണം എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാന്നറിയാൻ പറ്റില്ല. നമ്മൾ തപ്പിയും പിടിച്ച് എനിക്കൊക്കെ നല്ല പേടിയായി. ഇത് എത്തണ വരെ പേടിണ്ടായിരുന്നില്ല. ഇറങ്ങുമ്പോൾ നല്ല പേടിയായി. കാരണം വഴുക്കാണ് നൈസായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കുറച്ച്. അങ്ങനെ നമ്മൾ തന്നെ ഇറങ്ങി പോവാണ്. വിളിച്ചു തുടങ്ങി അവിടെ നിന്ന് ആൾക്കാർ പോവാനായിട്ട്. കാരണം ഇരുട്ട് കൂടി തുടങ്ങിയവിടെ ക്ലോസിങ് ടൈമായി. 4:30 വരെയാണ് നമുക്ക് അവിടെ അകത്തേക്ക് കയറ്റുള്ളൂ. നമ്മളൊരു 4 മണി ആയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ തന്നെ. എന്നിട്ട് നമ്മളവിടെ ഇറങ്ങി ഒരു 5:30-6 മണി ആവാറായിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ. 6:30-ക്കുള്ളിൽ അത് ക്ലോസ് ചെയ്യും തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം പോവാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോയായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല. അത് ഞാൻ വിട്ടുപോയി. ചെറിയൊരിങ്ങനെ ഒരു ഗാർഡനൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കാട് പോലെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് പോകാം. നമ്മൾ അവിടേക്കൊന്നും പോയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പം നമ്മളിതേ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ രാത്രിയായി നമ്മൾ തിരിച്ചു തന്നെ. ഇത് നമ്മുടെ റൂമിൻ്റെ ആ ഭാഗമാണ്. തിരിച്ചെത്തിയപ്പോൾ നമ്മൾ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു ഹോട്ട് ചോക്ലേറ്റും കൂടി മേടിച്ച്, നല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു. ഈ ഹോട്ട് ചോക്ലേറ്റ് എനിക്ക് വലിയ ഇഷ്ടമായൊന്നുമില്ല, വലിയ രസമൊന്നുമില്ല അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി. അങ്ങനെ റൂമിലെത്തിയതിന് ശേഷം നമ്മൾ ഫുഡിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതായിരുന്നു ഒരു ഫസ്റ്റത്തെ ഡേ ഇൻ അവർ കൊടൈക്കനാൽ. അങ്ങനെ രാവിലെ നമ്മൾ റിട്ടേൺ ആയിരുന്നു. അങ്ങനെ എണീറ്റ് വന്നപ്പോൾ റൂമിൻ്റെ പുറത്ത്, നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ പുറത്ത് ഇങ്ങനെ കുറേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ്, ബീട്രൂട്ട്, അവക്കാഡോ, അങ്ങനെ കുറേ സബ്രജില്ലി, അങ്ങനെ കുറേ ഐറ്റംസ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ കുറച്ച് മേടിച്ചു. നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് വണ്ടിയിൽ കയറി. ഇനി നമ്മൾ അധികം സ്ഥലങ്ങളിലേക്കൊന്നും പോകണമെന്നില്ല. നമ്മൾ ഞാനിപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അധികം സ്ഥലങ്ങളൊന്നും നമുക്കിപ്പോൾ നമ്മുടെ പ്ലാനിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ്, നല്ല നാറ്റുണ്ടായിരുന്നു, ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടിയിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും പിള്ളേർ സെറ്റ് മൊത്തം ഡാൻസ് കളിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് എണീപ്പിക്കാണ് ഡാൻസ് കളിക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോണ വഴിക്ക് നമ്മുടെ പ്ലാനിൽ ഇല്ലാത്തൊരു സ്ഥലമാണ് മലമ്പുഴ ഡാമിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് സ്പോട്ടിൽ തീരുമാനിച്ചതാണ് കേട്ടോ. നമുക്ക് കുറേ സമയം നേരത്തെ ആയിപ്പോയി. അപ്പോൾ നമുക്ക് പഴനിയിൽ ഇറങ്ങിയപ്പോൾ ഫുള്ളായിട്ടും കയറിയൊന്നുമില്ല. നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു. ആ ഭാഗം എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നമ്മൾ മലമ്പുഴ ഡാമിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ പെട്ടെന്ന് മലമ്പുഴ ഡാമിലേക്ക് പോയിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മലമ്പുഴ ഡാമിലേക്ക് പോകണേ. നല്ല രസമുണ്ടായിരുന്നു. തന്നെ റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അടിയിലേക്ക് കാണാനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും അതായത് മുകളിൽ നിന്നുള്ള വ്യൂ ഫുള്ള് കാണാം. നല്ല രസമുണ്ടായിരുന്നു. ഇത് തന്നെ ആ ഡാമിൻ്റെ ടോപ്പിൽ നടക്കാനുള്ള സ്ഥലമാണിത്. ഒരു 1.5 മണിക്കൂറോടെ നമ്മൾ വീടെത്തും. ഞാനത് ചേച്ചിയുടെ കൊച്ചും ചേച്ചിയും കൂടി നടക്കുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് അവിടെ തൂക്കുപാലമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ തൂക്കുപാലത്തിൽ നല്ല വലിയ തൂക്കുപാലമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിലൊക്കെ കയറി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. ഒരു 2 മണിക്കൂർ കൂടി കഴിഞ്ഞ് നമ്മൾ വീടെത്തും. അത്രയ്ക്കുള്ള പോലെ നമ്മുടെ ടൂർ അങ്ങനെ അവസാനിക്കുകയാണ്. നൈറ്റ് ഫുഡ് നമ്മൾ പുറത്തുനിന്നായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉച്ച വരെയുള്ള ഇതൊക്കെ നമ്മൾ തന്നെ വെച്ച് കഴിക്കുമായിരുന്നു.
അങ്ങനെ ധ്യാനം അവിടെ നിന്ന് ഇറങ്ങണ വഴി നമ്മൾക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ധ്യാനം നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ നിർത്തിയിരിക്കും. ഈ ഹോട്ടലിനെ കുറിച്ച് പറയാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയ്ക്ക് പൊട്ട സർവീസായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ സർവീസ് പക്ക ബോറായിരുന്നു. അത്രയും പൊട്ട സർവീസും കാര്യങ്ങളായിരുന്നു. പക്ഷെ നമുക്ക് എത്ര നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡ് തന്നെ കിട്ടിയ, അത് ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ അതായത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ അടിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റത്തെ നമ്മൾ വീടെത്താറായതിൻ്റെ അതിൻ്റെ ആ ഒരു ചെറിയൊരു ആഘോഷം, ടൂർ അവസാനിക്കണം അതിൻ്റെ ഒരു വിഷമമൊക്കെ ആയിട്ട് കൊട്ടിക്കലാശം എന്നൊക്കെ പറയാം, അങ്ങനത്തെ പരിപാടികളായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴുള്ള ഉണ്ണിയുടെ ചെറിയ ഡാൻസൊക്കെയാണ്. അവൾക്ക് കുറേ നേരമായി നിറച്ച ആൾക്കാർ ഡാൻസ് കളിക്കാൻ അവളെ ഇറക്കണ്ടായിരുന്നില്ല, എല്ലാവരും കഴിഞ്ഞപ്പോൾ അവൾ ചെറുതായിട്ടൊന്ന് ഇറക്കിയതാണ്. അങ്ങനെ ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ 2 ദിവസത്തെ കൊടൈക്കനാൽ ട്രിപ്പ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല രസമുള്ള ട്രിപ്പായിരുന്നു കേട്ടോ. സ്ഥലങ്ങളൊക്കെ കുറേ കണ്ടു നമ്മുടെ കുഞ്ഞാങ്ങനെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.